അതായിരിക്കുമല്ലേ. കഴിഞ്ഞ 2023 മാർച്ച് 10 ചെന്നൈയിൽ മുസ്ലിം ലീഗിൻ്റെ 75ാം വാർഷികത്തോട് അനുബന്ധിച്ച് ചേർന്ന പ്രത്യേക സമ്മേളനത്തിൽ ഡൽഹിയിൽ ദേശീയ ആസ്ഥാന മന്ദിരം തുടക്കം കുറിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനം ഉണ്ടായി. ഖായിദ് മില്ലത്ത് സെൻറ്റർ QMC എന്നായിരുന്നു അന്നതിന് ആ പദ്ധതിക്ക് പേര് കൊടുത്തത്. അപ്പോൾ 2023 ആരംഭം കുറിച്ചു. ഇപ്പോൾ 2025 മാർച്ച് 10 അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ്. മാർച്ച് 10 റമദാൻ ആയിരുന്നതുകൊണ്ട് ചടങ്ങുകൾ നമ്മൾ നടത്തിയിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങ് മെയ് 25 ഡൽഹിയിൽ നടക്കുകയാണ്. ദറിയാഗഞ്ചിലാണ് ഈ QMC ഖായിദ് മില്ലത്ത് സെൻറ്റർ ദറിയാഗഞ്ചിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. അതോടനുബന്ധിച്ച് ഉദ്ഘാടന സമ്മേളനവും ഡൽഹിയിൽ വെച്ച് തന്നെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള രജിസ്ട്രേഷൻ്റെ ഉദ്ഘാടനം ആണിപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞത്. സമ്മേളനത്തിലെ ദേശീയ പ്രതിനിധി സമ്മേളനമാണ്. അപ്പോൾ അതിലേക്കുള്ള രജിസ്ട്രേഷൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെട്ടത്. ഖായിദ് മില്ലത്ത് സെൻറ്റർ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഓഫീസ് എന്നതോടൊപ്പം തന്നെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആശ്രയ കേന്ദ്രമായിട്ടാണ് ആ ഓഫീസിനെ ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത്. ഡൽഹി ആകുമ്പോൾ ദേശീയ തലസ്ഥാനമാണ്. ദേശീയ തലസ്ഥാനത്തേക്ക് ഒരുപാട് ആളുകൾ വരുന്ന പ്രദേശമാണല്ലോ. നമ്മുടെ കേരളത്തിൽ നിന്ന് വരും, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരും. അപ്പോൾ അവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള പാർട്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലുള്ള സഹായങ്ങൾ ഗവൺമെൻറ് തലത്തിൽ അവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് വേണ്ടതായിട്ടുള്ള സഹായങ്ങൾ ഇതൊക്കെ ചെയ്യാനുള്ള സംവിധാനം അവിടെയുണ്ട്. പിന്നെ ഡൽഹിയിലും പരിസരത്തുമൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റികൾ, അവയിലൊക്കെ പഠിക്കുന്ന ധാരാളം മലയാളികൾ അടക്കമുള്ള വിദ്യാർത്ഥിനികളോടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ആവശ്യമായിട്ടുള്ള സഹായങ്ങളും മറ്റുമൊക്കെ അവിടെ നിന്ന് കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെയുണ്ട്. ഇങ്ങനെ ഒരു ഞങ്ങളുടെ ദേശീയ ആസ്ഥാനം ഒരു ജനകീയ കേന്ദ്രമായിട്ട് തന്നെയാണ് ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത്. ഈ പരിപാടി വീക്ഷിക്കാൻ വരുന്നവർക്ക് അതിനുള്ള അനൗദ്യോഗിക രജിസ്ട്രേഷനും അതിനുവേണ്ടിയുള്ള സംവിധാനവും ഒരു ആപ്പിൽ ഞങ്ങൾ സംവിധാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണമായ പേരുകൾ കൊടുത്തുകൊണ്ട് ആ രജിസ്ട്രേഷനിലൂടെ അതിലേക്ക് ആളുകൾക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇത് മുസ്ലിം ലീഗിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. 2 വർഷം മുമ്പ് തുടക്കം കുറിച്ചു. 2 വർഷത്തിനകം തന്നെ അത് നമുക്ക് കഴിഞ്ഞു. രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള പാർട്ടി പ്രവർത്തകന്മാരും അനുഭാവികളും അഭ്യുദയകാംക്ഷികളും അവരൊക്കെ തന്നെയാണ് ഇതിനു വേണ്ടിയുള്ള പണം ഞങ്ങൾക്ക് സംഭാവനയായി നൽകിയത്. ഏതാണ്ട് നമ്മൾ 28 കോടി രൂപ ഒരു മാസത്തെ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ഞങ്ങൾക്ക് സമാഹരിക്കുവാൻ കഴിഞ്ഞു. അത് ഡൽഹിയെ പോലെയുള്ള വിലപിടിച്ച ഒരു പ്രദേശത്ത് തന്നെ ഞങ്ങൾക്ക് സ്ഥലവും ഓഫീസുമൊക്കെ അതിലൂടെ സജ്ജീകരിക്കുവാൻ സാധിച്ചിരിക്കുകയാണ്. ആ സന്തോഷം എല്ലാവരോടും പങ്കുവെക്കുന്നു. കുഞ്ഞാലി സാഹിബ് നമ്മളോട് സംസാരിക്കും. പറഞ്ഞ പോലെ പാർട്ടിയുടെ വളർച്ചയിൽ ഒരു വലിയ നാഴികക്കല്ലാണ് ഈ ഡൽഹിയിലെ ഖായിദ് മില്ലത്ത് സെൻറ്റർ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് രാജ്യത്ത് വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നുവെങ്കിലും അതിൻ്റെ ഒരു ആസ്ഥാന മന്ദിരം ഓഫീസ് ഡൽഹിയിൽ എന്നുള്ളത് കാലം ഇത്രയും ഒരു സ്വപ്നമായി. അതാണ് ഇവിടെ പൂവണിയുന്നത്. ഇവിടെ തങ്ങൾ പറഞ്ഞതുപോലെ 75ാം വാർഷികത്തിലെടുത്ത തീരുമാനം 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ നടപ്പിലാക്കുക. അപ്പോൾ അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് എല്ലാ ഇന്ത്യ മുന്നണി കക്ഷികളുടെയും ഒക്കെ നേതാക്കളുടെ സാന്നിധ്യത്തിൽ തങ്ങൾ തന്നെ ഡൽഹിയിൽ ഈ വരുന്ന ഈ പറഞ്ഞ ഡേറ്റിന് മെയ് 25 നിർവഹിക്കുന്നത്. ഒരാസ്ഥാന ലീഗിനൊരാസ്ഥാനം
ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഡൽഹിയിൽ ഒരു ആസ്ഥാനം എന്നുള്ളത് ആദ്യമാണ്. അതാണ് അതിൻ്റെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ആസ്ഥാനമുണ്ട്, ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഇതോടുകൂടി അത് പൂർത്തിയാവുക. പാർട്ടിയുടെ വളർച്ചയിൽ നല്ല ഒരു സ്ഥിതി കൈവരിച്ച ഒരു കാലഘട്ടമാണത്. ലോക്സഭയിൽ 3 അംഗങ്ങളും രാജ്യസഭയിൽ 2 അംഗങ്ങളും ഒക്കെയായി നല്ല സാന്നിധ്യം ഞങ്ങൾക്ക് പാർലമെൻറ്റിൽ ഉണ്ട്. അതുപോലെ തന്നെ സ്വാധീന മേഖലകളിൽ ഒക്കെ നല്ല ശക്തി ഇപ്പോഴും ലീഗിനുണ്ട്. ഇതിന് വളർച്ച വളരെയധികം കൈവരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ആസ്ഥാന മന്ദിരം വരുന്നതോടുകൂടി കൂടുതൽ ശക്തമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേവലം ഒരു പാർട്ടി ഓഫീസ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ അവിടെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡൽഹിയിൽ പ്രവർത്തകന്മാരുടെ യാതൊരു കുറവുമില്ല. ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ച് പ്രവർത്തിക്കാനുള്ള വർക്കേഴ്സ് നമുക്ക് ഡൽഹിയിലുണ്ട്, സാന്നിധ്യമുണ്ട്. അപ്പോൾ ആസ്ഥാന മന്ദിരം വന്ന് കാണാൻ നിങ്ങളൊക്കെ ഡൽഹി പോകുമ്പോൾ എല്ലാവരെയും ക്ഷണിക്കുക. ഇതിൽ 2 തരം പ്രതിനിധികളാണുള്ളത്. പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രതിനിധികളും അതുപോലെ തന്നെ അൺഒഫീഷ്യലായിട്ട് സമ്മേളനത്തിൽ വരുന്ന 2 പേർക്കുള്ള രജിസ്ട്രേഷൻ ആണ് ഇവിടെ വെച്ച് നടന്നിട്ടുള്ളത്. അപ്പോൾ തങ്ങളാദ്യം പ്രതിനിധിയായിട്ട് ഇന്ന് രജിസ്റ്റർ ചെയ്തു. ഒഫീഷ്യലായിട്ടുള്ള കാറ്റഗറിയുള്ള ആളുകൾ എല്ലാവരും വരും. അതിൻ്റെ പുറമെ അഭ്യുദയകാംക്ഷികളുടെ ആളുകളും പിന്നെ മറ്റ് സ്റ്റേറ്റിലുള്ള പ്രതിനിധികളായിട്ടുണ്ടാകും. ഇതാണ് ഇത് സംബന്ധിച്ച് ഉള്ള കാര്യം. വയനാട്ടിലെ വീടുമായിട്ട് ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രി വയനാട്ടിലെ യോഗത്തിൽ പറഞ്ഞു, ഈ ദുരന്തബാധിതരായ ആളുകളാണോ ലീഗ് നൽകുന്ന ആളുകളുടെ പട്ടികയിലുള്ളതെന്ന് തനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. മറ്റെല്ലാവരും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ സർക്കാരിന് പണം നൽകുമ്പോൾ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ പദ്ധതികളിൽ വീട് നൽകുമ്പോൾ ലീഗ് മാത്രം വിഭിന്നമായ നിലപാട് സ്വീകരിച്ചു. അത് വളരെ നിർഭാഗ്യകരമാണെന്ന് CM പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിൽ എന്തർത്ഥമുള്ളത്? ലീഗ് സർക്കാരിൻ്റെ പദ്ധതി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പ്രോജക്റ്റ് ചെയ്യുന്നത് ലീഗാണ്. ലീഗ് പാർട്ടി എന്നുള്ള നിലക്ക് അതിനുള്ള ഫണ്ട് സമാഹരിച്ചാൽ സ്വന്തമായി ഒരു പ്രോജക്റ്റ് ചെയ്യാൻ അതിന് സ്വാതന്ത്ര്യമുണ്ടല്ലോ. സർക്കാരിൻ്റെ സ്ഥലത്ത് എക്സ്ക്ലൂസീവായ സ്ഥലം തന്നാൽ ഞങ്ങൾ അവിടെ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് 7 മാസം കാത്തിരും. സർക്കാരിൻ്റെ സ്ഥലം സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം തുടർന്നപ്പോഴാണ് ഞങ്ങൾ വേറെ സ്ഥലം വാങ്ങി ചെയ്തത്. ഞങ്ങൾ വാങ്ങിയത് തോട്ടഭൂമിയല്ല, പട്ടയഭൂമിയാണ്. ഗവൺമെൻറ്റിൻ്റെ തോട്ടഭൂമിൻ്റെ പ്രശ്നം തീർക്കാൻ ഗവൺമെൻറ്റിന് കഴിയുമായിരിക്കും, ഞങ്ങൾക്ക് അതിൽ ഡിസ്പ്യൂട്ടൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ കുറച്ചും കൂടി പട്ടയഭൂമി, നല്ല ഭൂമി, കുറച്ചും കൂടി വില കൂടിയ ഭൂമി വാങ്ങി നല്ലൊരു പ്രോജക്റ്റ് ചെയ്യുന്നു. അതിന് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ. അത് ഔദ്യോഗികമായും നേരിട്ടും മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ട് അറിയിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പറഞ്ഞത് ഇനി ഞങ്ങൾ പ്രോജക്റ്റായിട്ട് മുന്നോട്ട് പോവുകയാണ്, ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഡിസിഷനാണ് എന്ന് പറഞ്ഞതാണ്. ലിസ്റ്റ് യാതൊരു സംശയവും വേണ്ട, ഗവൺമെൻറ് പബ്ലിഷ് ചെയ്ത ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഗവൺമെൻറ് കണ്ടെത്തിയ എന്താ പറയുക, അവിടെ ദുരന്തം അനുഭവിച്ച അവർക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അത് ആരെയും ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയും. വേറെ ആർക്ക് കൊടുക്കാൻ അവിടെ വേറെ അവരവിടെ പോയി താമസിക്കുന്നു. ടൗൺഷിപ്പിൽ ദുരന്തബാധിതരായ ആളുകളുടെ ഏറിയ പങ്കും ഈ സർക്കാരിൻ്റെ പ്രോജക്റ്റിനോട് സഹകരിക്കുന്നുണ്ട്. അപ്പോൾ മറിച്ച് ആരാണ് അവിടെ ഉള്ളത് എന്നാണ് അദ്ദേഹം ആരാണെന്നുള്ളത് ഞങ്ങളെ ലിസ്റ്റ് 650 ആളെ 700 കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ ലിസ്റ്റും പബ്ലിഷ് ചെയ്യാം. പ്രസിദ്ധീകരിക്കുക, ആവശ്യമുണ്ടെങ്കിൽ പ്രസിദ്ധീകരിക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. അവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവിടെ ഏറ്റവും അറിയിക്കുന്ന, അവിടെ ദുരന്തം അനുഭവിച്ച ആളുകളിൽ ഏറ്റവും അധികം നമ്മളെ സ്ഥലത്ത് വീട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഓപ്റ്റ് ചെയ്തവർക്കാണ് കൊടുക്കുന്നത്.
അല്ലെങ്കിൽ എന്താ ഈ പറയുന്നതിൽ അർത്ഥമുള്ളത്? ഞങ്ങൾ മാത്രമാണോ വോളണ്ടറി ആയിട്ട് ചെയ്യുന്നത്? അവിടെ വേറെ പല വോളണ്ടറി ഓർഗനൈസേഷൻ ചെയ്യുന്നുണ്ടല്ലോ. എല്ലാവരും സർക്കാരിൻ്റെ ഭൂമി തന്നെ എടുത്തോളം നിർബന്ധിക്കാൻ പറ്റുമോ? അവിടെ ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്യുന്നുണ്ട്, മറ്റു ചില സാമൂഹിക സാംസ്കാരിക സംഘടനകൾ അവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അവരൊക്കെ വീട് കൊടുക്കുന്നത് അവിടെ ദുരന്തം അനുഭവിച്ചവർക്ക് തന്നെയല്ലേ. കൂട്ടത്തിലെ ഏറ്റവും വലിയ പ്രോജക്റ്റ് ലീഗിൻ്റെതാണ്. സർക്കാരിന് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല പ്രോജക്റ്റും ഞങ്ങളുടെയാണ്. എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ പ്രോജക്റ്റ് മോശമാണെന്ന് ഞങ്ങൾ പറയുന്നില്ല, നന്നാക്കി കൊണ്ടുപോകണം. എല്ലാവർക്കും ഞങ്ങൾ കൊടുക്കുന്നില്ലല്ലോ. പക്ഷേ എല്ലാവർക്കും ഗവൺമെൻറ് കൊടുക്കുന്നില്ല. അവിടെ ഒരുപാട് പ്രോജക്റ്റ് വരുന്നുണ്ട് വേറെ. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് പ്രോജക്റ്റ് ഓപ്റ്റ് ചെയ്യാത്തവർക്കുള്ള സ്കീം ഗവൺമെൻറ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. പിന്നെന്താ ഈ പറഞ്ഞതിന് അടിസ്ഥാനം? 15 ലക്ഷം റുപ്യ കൊടുക്കാറുണ്ടല്ലോ. അത് ഈ രാജ്യത്ത് എല്ലാവർക്കുള്ള സ്വാതന്ത്ര്യമല്ലേ. കാരണം അവിടെ ഞങ്ങൾ മാത്രമല്ലല്ലോ, മറ്റു പല ഞങ്ങൾ സാമാന്യം വലിയ നല്ല പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. അത് അംഗീകരിക്കാനുള്ള വിശാല മനസ്കത അദ്ദേഹം കാണിക്കുകയാണ് വേണ്ടത്.